അപ്പം നീറ്റിന് അപേക്ഷിക്കുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള എല്ലാവരും നിർബന്ധമായിട്ടും അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ്. നീറ്റ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ്. അപ്പം ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ കീം 2025 മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾ, എൻജിനീയറിങ്, ബി.ഫാം, ആർക്കിടെക്ചർ ഈ 4 കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കാം. നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഏതൊക്കെ കാരണം കൊണ്ട് എലിജിബിലിറ്റി ഉണ്ടോ ആ സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് അപേക്ഷ കൊടുക്കാം. ആ സ്റ്റേറ്റിൻ്റെ മാനദണ്ഡം നമ്മൾ നോക്കിയിരിക്കണമെന്ന് മാത്രം. നമ്മളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് വിവിധ സ്റ്റേറ്റുകളിൽ നമ്മൾക്ക് അർഹതയ്ക്കനുസരിച്ച് നമുക്ക് അപേക്ഷ കൊടുക്കാനും അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും നമുക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. എന്തൊക്കെ നമുക്ക് റിസർവേഷൻ വേണോ, എന്തൊക്കെ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ അതിൻ്റെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരു അവസരം ഒരിക്കലും ഉണ്ടാവുകയില്ല. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 122ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ വാരത്തെ എപ്പിസോഡുകളൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുക്കുകയുണ്ടായി. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ച ഒരു ചോദ്യം, ഒരു കമൻ്റ് ഇതായിരുന്നു: നീറ്റിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് കീമിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ആ ഒരു പേരൻറ്റിന് ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് സാർ? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നീറ്റ് എന്ന് പറയുന്നത് ഒരു പ്രവേശന പരീക്ഷ മാത്രമാണ്. ഇന്ത്യയിലെമ്പാടുമുള്ള MBBSൻ്റെയും BDSൻ്റെയും പ്രവേശനത്തിൻ്റെ ആരൊക്കെയാണ് എൻ്റെ യോഗ്യതാ മാനദണ്ഡം, വിദേശത്ത് MBBS പഠിക്കണമെങ്കിൽ പോലും അതിനെന്താണ് ക്വാളിഫൈ ചെയ്യേണ്ടത്, അപ്പോൾ ആ കട്ട് ഓഫ് തീരുമാനിക്കുന്നൊരു പരീക്ഷ മാത്രമാണ് നീറ്റ് എക്സാം. നീറ്റിന് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാം, നമുക്കൊരു റാങ്ക് കിട്ടും, അതുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് തീരും. പക്ഷേ ആ റാങ്കിൻ്റെയും നമ്മളുടെ അർഹിക്കുന്ന റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പല പല വെബ്സൈറ്റുകൾ വഴി അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ പ്രവേശനം നേടുന്നത്. അപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രവേശനം നേടണമെങ്കിൽ അതിനായിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് കോട്ടകൾക്കായിട്ട് അവരവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇതിൽ നമുക്ക് താല്പര്യമുള്ളത് എവിടെയൊക്കെയാണ്, നമുക്ക് എലിജിബിലിറ്റി ഉള്ളത് എവിടെയൊക്കെയുള്ളതാണ്, അതനുസരിച്ചാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനൊന്നും പ്രത്യേകിച്ചിട്ടൊരു സമയവുമില്ല. ചിലപ്പോൾ നീറ്റിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, ചിലത് നീറ്റിൻ്റെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അപ്പം പല സമയങ്ങളിലാണ് ഈ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. അപ്പം ആ പ്രേക്ഷകൻ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്: എങ്ങനെ നമുക്ക് നീറ്റിനെയും കീമിനെയും ഒരുമിച്ച് കാണാം? നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയിലൂടെ കേരളത്തിലുള്ള കോളേജുകളിൽ എങ്ങനെ പ്രവേശനം നേടാം? കേരളത്തിൽ നമുക്കറിയാം MBBSന് 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും 20 സ്വകാര്യ മെഡിക്കൽ കോളേജുകളും കേരളത്തിലുണ്ട്. BDSന് 6 ഗവൺമെൻറ് കോളേജുകളും 20ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉണ്ട്. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ പോലെ 11 മറ്റ് മെഡിക്കൽ അലൈഡ് പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജിൽ ഈ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കാണ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ ce.kerala.gov.in എന്ന് പറയുന്ന കീം 2025 വെബ്സൈറ്റ്. അപ്പം നീറ്റിന് അപേക്ഷിക്കുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള എല്ലാവരും നിർബന്ധമായിട്ടും അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ്. നീറ്റ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ്. സാർ, അതുപോലെ ഇതൊരു അപേക്ഷിക്കേണ്ടതിനൊരു സമയപരിധി ഉണ്ടാവില്ല, ഒരു സമയമുണ്ടാവില്ല. അപ്പോൾ അതേതാണ്? അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് പ്രോസസ്സുകൾ എന്തെല്ലാമാണ്? നമുക്കറിയാം, നീറ്റിന് സാധാരണ ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തിലാണ് നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്, എല്ലാ വർഷവും തന്നെ. ഈ വർഷവും അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 2025 ഫെബ്രുവരി ആദ്യം തൊട്ടായിരിക്കും നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഫെബ്രുവരി മധ്യഭാഗത്തോടു കൂടി അല്ലെങ്കിൽ മാർച്ച് ആദ്യം തന്നെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റും ഓപ്പൺ ചെയ്യും. കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ. കേരളത്തിൽ 4 കോഴ്സുകൾക്കാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 4 കോഴ്സുകൾക്കും ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ കേരളത്തിൽ പറ്റുകയുള്ളൂ. നീറ്റ് എഴുതുന്നൊരു വിദ്യാർത്ഥി കേരളത്തിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, കേരളത്തിലാണ് എലിജിബിലിറ്റി ഉള്ളതെങ്കിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾ എന്ന് അപ്ലൈ ചെയ്യണം. പരീക്ഷകളൊന്നും കേരളത്തിൻ്റേതായിട്ട് എഴുതേണ്ടതില്ല, നീറ്റ് മാത്രം എഴുതിയാൽ മതി.
പക്ഷേ കീമിന് അപ്ലൈ ചെയ്യുകയും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ എന്നുള്ള കോഴ്സിന് അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾ മുമ്പ് പറഞ്ഞ കോഴ്സിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 2025 ഏപ്രിൽ അവസാനം ആരംഭിക്കുന്ന കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് അതിൻ്റെയും അപേക്ഷ ഈ കീം 2025 തന്നെയാണ്. അപ്പം എഞ്ചിനീയറിങ്ങിന് കേരളത്തിൻ്റെതായിട്ടുള്ള പരീക്ഷയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു ബിടെക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മെഡിക്കൽ എഴുതുന്നുണ്ടായിരിക്കാം. ഇനി എഞ്ചിനീയറിങ്ങിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സും അതുവഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി മെഡിക്കൽ വേണ്ട, എഞ്ചിനീയറിംഗ് മാത്രം മതി എന്നുണ്ടെങ്കിലും ഈ കീം 2025 വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ബിഫാം കോഴ്സ്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബിഫാമിന് അഡ്മിഷൻ കിട്ടണമെങ്കിലും കീം 2025 വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആർക്കിടെക്ചറും BArch പ്രവേശനവും കീം 2025 വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പം ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ കീം 2025 മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ ഈ 4 കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കാം. ഇതിൽ എല്ലാ വിദ്യാർത്ഥികളും എല്ലാം കൊടുക്കണമെന്നില്ല. അവനവന് താല്പര്യമുള്ളത് മാത്രം. മെഡിക്കലിൽ മാത്രമേ പോകുന്നുള്ളെങ്കിൽ നീറ്റിനും അപ്ലൈ ചെയ്യുക, കീമിനും മെഡിക്കലിനും അപ്ലൈ ചെയ്യുക. ഇനി എഞ്ചിനീയറിങ്ങിനോട് താല്പര്യമുണ്ടെങ്കിൽ എഞ്ചിനീയറിങ്ങിനും അപ്ലൈ ചെയ്യാം. അത് അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച്. പക്ഷേ കീം 2025 ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനെ പറ്റുള്ളൂ. അതിന് ഈ 4 കോഴ്സുകളും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുകയും ചെയ്യാം. ഈ 4 കോഴ്സുകൾക്ക് നിങ്ങൾ ഓർക്കുക, പല പരീക്ഷകളാണ്. മെഡിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതേണ്ടത് നീറ്റാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രവേശന പരീക്ഷയാണ് എഴുതേണ്ടത്. ബിഫാം ആണെങ്കിലോ എഞ്ചിനീയറിങ്ങിൻ്റെ അതേ സമയത്ത് നടക്കുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പരീക്ഷയിൽ നിന്നാണ് ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. കേരളത്തിലെ ആർക്കിടെക്ചർ പ്രവേശനമാണെങ്കിൽ പരീക്ഷ നടത്തുന്നത് നേറ്റയാണ്. ഏപ്രിൽ മുതൽ എല്ലാ ശനിയും ഞായറും ഓൺലൈനായിട്ട് നടക്കുന്ന നേറ്റയുടെ ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ, ആർക്കിടെക്ചർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ടാണ് കേരളത്തിലെ ആർക്കിടെക്ചർ പ്രവേശനം കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇത് രണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്താണെങ്കിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ 2 ആപ്ലിക്കേഷനും, നീറ്റിൻ്റെ ആപ്ലിക്കേഷനും കീമിൻ്റെ ആപ്ലിക്കേഷനും ക്ഷണിച്ചിരിക്കും. സർ, അതുപോലെ തന്നെ എന്താണ് കീമിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്? അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കരുതി വെക്കണം? നമുക്കറിയാം, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്റ്റേറ്റ് കോട്ടകൾക്ക്, മെഡിക്കലിൻ്റെ സ്റ്റേറ്റ് കോട്ടകൾക്ക് പല 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 എലിജിബിലിറ്റി ക്രൈറ്റീരിയകളാണ് അതാത് സംസ്ഥാനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും സ്റ്റേറ്റ് കോട്ടയ്ക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇവിടെ സ്റ്റുഡൻറ്റോ അദ്ദേഹത്തിൻ്റെ പേരൻസോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചിരിക്കണം. ഐദർ പേരൻസ് ഓർ സ്റ്റുഡൻറ്റ് ബോൺ ഇൻ കേരള എന്നുള്ളതാണ് ഇവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അല്ലെങ്കിൽ 8 മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചിരിക്കണം. ഇതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഇനി കർണാടകത്തിലാണെങ്കിലോ, കർണാടകത്തിലെ സ്റ്റേറ്റ് കോട്ട കിട്ടാനാണ് ആഗ്രഹമെങ്കിലോ 12 വർഷത്തെ അക്കാഡമിക് ഇയറിൽ 7 വർഷമെങ്കിലും അവിടെ അധ്യയനം ചെയ്തിരിക്കണം. അപ്പം അവിടെ ജനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കേരളത്തിൽ ജനിച്ചാൽ മാത്രം മതിയായിരുന്നു. കേരളത്തിൽ ജനിച്ചിട്ട് കർണാടകത്തിലോ ദുബായിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ബാക്കി വിദ്യാഭ്യാസമോ നമ്മളുടെ സ്ഥിരതാമസമോ ഒക്കെ ആക്കാം. കേരളത്തിൽ ജനിച്ചാൽ മാത്രം മതി കേരളത്തിൽ എലിജിബിലിറ്റി കിട്ടാൻ. പക്ഷേ കർണാടകത്തിൽ അത് പോരാ. 12 വർഷത്തെ അധ്യയനത്തിനിടയിൽ 7 വർഷമെങ്കിലും അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കർണാടക എലിജിബിലിറ്റി ഉണ്ട്. തമിഴ്നാട് നേറ്റീവ് ആയിരിക്കണം. പെർമനൻ്റ് അഡ്രസ്സും ആധാറും റേഷൻ കാർഡും ഒക്കെയുള്ള ഒരു തമിഴ്നാട്ടിലെ കുട്ടിക്കാണ്, തമിഴ്നാട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കുട്ടിക്കാണ് അവിടെ എലിജിബിലിറ്റി ഉള്ളത്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളിൽ, ഇപ്പം മഹാരാഷ്ട്രയിലാണെങ്കിൽ നിർബന്ധമായിട്ടും +1 +2 അവിടെ പഠിക്കണം, അതാണ് നിർബന്ധം. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമങ്ങളാണ്. അതിൽ കേരളത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഐദർ പേരൻ്റ് ഓർ സ്റ്റുഡൻറ്റ് ബോൺ ഇൻ കേരള ആണെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകൾക്കും അർഹത ഉണ്ടായിരിക്കും. റിസർവേഷൻ ഉൾപ്പെടെയുള്ളത് കിട്ടും. ഇനി 8 മുതൽ അവിടെ ആരും ജനിച്ചിട്ടില്ല, അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടില്ല, പക്ഷേ 8 മുതൽ 12 വരെ ഇവിടെ ഒന്ന് പഠിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസർവേഷൻ കിട്ടുകയില്ല. ഗവൺമെൻറ് സീറ്റുകൾക്കും സ്വകാര്യ സീറ്റുകൾക്കും അർഹത ഉണ്ടായിരിക്കും. സാർ, ഇപ്പോൾ അങ്ങനെയെങ്കിലും ഒരു കുട്ടി കേരളത്തിൽ ജനിച്ചൊരു കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടി കർണാടകത്തിലേക്ക് പിന്നീട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 2
സംസ്ഥാനത്ത് നിന്ന് പഠിക്കാനുള്ളൊരു യോഗ്യത ഉണ്ടാവുമോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഒരു സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല. നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഏതൊക്കെ കാരണം കൊണ്ട് എലിജിബിലിറ്റി ഉണ്ടോ ആ സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് അപേക്ഷ കൊടുക്കാം. ആ സ്റ്റേറ്റിൻ്റെ മാനദണ്ഡം നമ്മൾ നോക്കിയിരിക്കണമെന്ന് മാത്രം. ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കാത്ത 2 സ്റ്റേറ്റുകൾ, ഒന്ന് തമിഴ്നാട്. തമിഴ്നാട്ടിന് നമുക്കൊരു സ്റ്റേറ്റ് കോട്ട അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടി മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും സ്റ്റേറ്റ് കോട്ട ലിസ്റ്റിൽ പേരുണ്ടായിരിക്കരുത്. അത് തമിഴ്നാട്ടുകാർക്ക് നിർബന്ധമാണ്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും മറ്റൊരു സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ പേരുണ്ടെന്ന് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ അഡ്മിഷൻ ക്യാൻസലാക്കും തമിഴ്നാട്ടുകാർ. പക്ഷെ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിലും ഇവിടെ ഈ ഒരു നിയമം ബാധകമാണെങ്കിൽ കേരളത്തിൽ അപ്ലൈ ചെയ്യാം. യാതൊരു കുഴപ്പവുമില്ല. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. എവിടെയൊക്കെ എലിജിബിലിറ്റി ഉണ്ടായിക്കോട്ടെ അവിടെയൊക്കെ അപ്ലൈ ചെയ്തോട്ടെ. അതൊന്നും കേരളത്തിൽ യാതൊരു കുഴപ്പവുമില്ല. കർണാടകത്തിനും അതുപോലെ തന്നെയാണ്. ഡ്യുവൽ നേറ്റിവിറ്റിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ ജനിച്ചിട്ട് കർണാടകത്തിലാണ് പഠിക്കുന്നതെങ്കിൽ കർണാടകത്തിലും സ്റ്റേറ്റ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാം, കേരളത്തിലും സ്റ്റേറ്റ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാം. അതാത് സർട്ടിഫിക്കറ്റുകൾ അതാത് വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നീറ്റിനെ ബാധിക്കുന്നില്ലെന്ന് ഓർക്കണം. നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പം ഇതൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഏത് സ്റ്റേറ്റ് കോട്ടയിലാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ എലിജിബിലിറ്റി, എന്തൊക്കെയാണ് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതകളൊന്നും നീറ്റുമായിട്ട് ബന്ധപ്പെട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നീറ്റ് എന്ന് പറയുന്നത് ഒരു പരീക്ഷ മാത്രമാണ്. നമ്മളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് വിവിധ സ്റ്റേറ്റുകളിൽ നമ്മുടെ അർഹതയ്ക്കനുസരിച്ച് നമുക്ക് അപേക്ഷ കൊടുക്കാനും അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും നമുക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. സാർ, അങ്ങനെയെങ്കിൽ നമ്മൾ കീമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റിലാണ് കയ്യിൽ കരുതി വെക്കേണ്ടത്? നമ്മൾ നീറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ അങ്ങനെയുള്ളത് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ മതി. സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ നേരെ വിപരീതമാണ് കേരളത്തിൻ്റെ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ. എന്തൊക്കെ നമുക്ക് റിസർവേഷൻ വേണോ, എന്തൊക്കെ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ അതിൻ്റെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരു അവസരം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ 1-2 സമയത്ത് കാറ്റഗറിയൊക്കെ ചേഞ്ച് ചെയ്യാൻ അവസരം കിട്ടിയേക്കാം. പക്ഷേ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് അതിന് ആനുപാതികമായിട്ട് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ രീതി. അതായത് 2025 ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യമൊക്കെ കീം 2025 അപ്ലൈ ചെയ്യുമ്പം നമുക്ക് അർഹതയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് ഓൺലൈനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് എഴുതി മേടിക്കേണ്ടതോ ഏതൊക്കെയാണെങ്കിലും ആകാം. അതെല്ലാം നമ്മുടെ ഉണ്ടാവണം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട യാതൊരു റിസർവേഷനൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഒരു കുട്ടി യാതൊരു റിസർവേഷനൊന്നും ക്ലെയിം ചെയ്യുന്നില്ല, ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടതെന്നുള്ളതാണെങ്കിൽ ഒന്ന് നമുക്കറിയാം, ഫോട്ടോയും സിഗ്നേച്ചറും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുകൂടാതെ എന്താണ് കേരളത്തിൻ്റെ എലിജിബിലിറ്റി, കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് പ്രൂഫ് ചെയ്യണം. അപ്പം കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. അപ്പം കേരളത്തിൽ ജനിച്ച ഒരു കുട്ടി മറ്റ് റിസർവേഷനുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം? ഫോട്ടോ, സിഗ്നേച്ചർ, ബർത്ത് സർട്ടിഫിക്കറ്റ്, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്. ഇനി ഈ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അതിനകത്ത് ബർത്ത് പ്ലേസ് ഉണ്ട്, കേരളത്തിലെ ജന്മസ്ഥലമുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരം ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് സ്റ്റേറ്റ് സിലബസുകാർ അപ്ലോഡ് ചെയ്താൽ അത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവും. ഇല്ലെങ്കിൽ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ നിർബന്ധമായിട്ടും അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാവുള്ളൂ. കുട്ടി വിദേശത്താണ് ജനിച്ചതെങ്കിൽ, കുട്ടി കർണാടകത്തിലാണ് ജനിച്ചതെങ്കിൽ, തമിഴ്നാട്ടിലാണ്, മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യരുത്. കേരളത്തിൻ്റെ നേറ്റിവിറ്റി എന്ന് പറയുന്നത് കുട്ടി കേരളത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. ഇനി കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ല എന്നിരിക്കട്ടെ, നമുക്ക് വേണ്ടത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ് വേണ്ടത്. അവരുടെ 10th സർട്ടിഫിക്കറ്റ് വെക്കാം, അവരുടെ ആരുടെങ്കിലും ഒരാളുടെ പാസ്പോർട്ട് വെക്കാം, ഒപ്പം കൊറോബറേറ്റീവ് സർട്ടിഫിക്കറ്റ് ആയിട്ട്, ബന്ധം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിട്ട് കുട്ടിയുടെ 10th കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പം അച്ഛൻ്റെ പാസ്പോർട്ടും കുട്ടിയുടെ പാസ്പോർട്ടോ കുട്ടിയുടെ 10th കൂടെ ഒരുമിച്ച് വെച്ചാൽ നേറ്റിവിറ്റി ആയി, അച്ഛൻ കേരളത്തിൽ ജനിച്ചു.
അമ്മയുടെ 10th അമ്മയുടെ പാസ്പോർട്ടോ കുട്ടിയുടെ 10th കൂടെ ഒരുമിച്ച് ഒറ്റ PDF ആക്കി കഴിഞ്ഞാൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയി. അല്ലെങ്കിൽ ഈ കീമിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അച്ഛൻ കേരളത്തിൽ ജനിച്ചു അല്ലെ അമ്മ കേരളത്തിൽ ജനിച്ചു എന്നെഴുതി ഒപ്പിട്ട് മേടിച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നൊരു 35% കീം 2025 ആപ്ലിക്കേഷനിൽ തെറ്റ് വരുന്നൊരു ഘടകമാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അത് കുട്ടി മിക്കവാറും വിദേശത്ത് ജനിച്ചവരായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെക്കും. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ട് അത് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറയും. ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും റിജക്റ്റ് ആവുകയോ പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റുമോ അഡ്മിഷൻ കിട്ടാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ കറക്റ്റ് സമയത്ത് കറക്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നമ്മളോട് പറയും. അപ്പം കീമിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇവിടെ ജനിച്ചു എന്ന് കാണിക്കുന്നതാണ്. ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അച്ഛൻ അമ്മ ജനിച്ചു എന്ന് കാണിക്കുന്നതാണ്. ഈ 3 പേരും കേരളത്തിൽ ജനിച്ചില്ലെങ്കിൽ നേറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് കാണിക്കും? 8 മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചു എന്നുള്ള +2 പ്രിൻസിപ്പിൾ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അതിൻ്റെ ഫോർമാറ്റ് എവിടെ നിന്ന് കിട്ടും? കീം 2025 ആപ്ലിക്കേഷൻ വിളിച്ച് കഴിയുമ്പം അതിനകത്ത് ഡൗൺലോഡ് പെർഫോമുകളുണ്ട്. അതെടുത്തിട്ട് +2 പ്രിൻസിപ്പിളിനെ കൊണ്ട് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചു എന്നുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും കേരളത്തിൽ നേറ്റിവിറ്റി ആകും. പക്ഷേ അപ്പം റിസർവേഷൻ, കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ ഒന്നും കേരളത്തിൽ ലഭിക്കില്ല. സാധാരണ ഒരു കുട്ടി കേരളത്തിൽ കീം 2025 മെഡിക്കലാണെങ്കിലും എഞ്ചിനീയറിങ്ങിനാണെങ്കിലും MBBSനാണെങ്കിലും എന്തിനാണെങ്കിലും കീം 2025 അപ്ലോഡ് ചെയ്യുമ്പം ഫോട്ടോ, സിഗ്നേച്ചർ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ചു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പഠിച്ചു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഇത്രയും അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസും അടച്ചു കഴിഞ്ഞാൽ കീം 2025 ആപ്ലിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണ്ട് 3 ആഴ്ചയോളം സമയം നമുക്ക് തരും ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ചത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സാർ, ഇപ്പോൾ നീറ്റിന് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യം സാർ നേരത്തെ പറഞ്ഞു. അതെ, നമ്മൾ കാറ്റഗറി പറഞ്ഞാൽ മതി, OBC എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ കാറ്റഗറി അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളായിരിക്കും? പക്ഷേ കീം 2025 നമ്മൾ അപ്ലൈ ചെയ്യുമ്പം OBC വിഭാഗത്തിലുള്ളവരാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് പറയുന്ന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിച്ചിരിക്കണം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഈഴവയായിരിക്കാം, അല്ലെ മുസ്ലിം ആയിരിക്കാം, അല്ലെ ബാക്ക്വേർഡ് ഹിന്ദു വിശ്വകർമ്മയോ ഒക്കെ ആയിരിക്കാം. അവർക്ക് ആ റിസർവേഷൻ കിട്ടണമെങ്കിൽ അവർ സമർപ്പിക്കുന്ന വില്ലേജ് ഓഫീസറുടെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിനകത്തെ കാസ്റ്റിൽ നിന്നാണ് ആ ആപ്ലിക്കേഷൻ അതിനനുസരിച്ച് മാറുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ജനറലായിട്ട് തന്നെ അപ്ലൈ ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ അതോടൊപ്പം തന്നെ ഈ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും അത് എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ആ കാറ്റഗറിയിലോട്ട് മാറും. നമ്മുടെ നോൺ ക്രിമിലെയർ കറക്റ്റാണ്, വില്ലേജ് ഓഫീസറുടെ ആണ്, അതിനകത്ത് ഈഴവാന്നുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ ഈഴവയിലോട്ട് മാറും, മുസ്ലിമിലോട്ട് മാറും, ബാക്ക്വേർഡ് ഹിന്ദുലോട്ട് മാറും, വിശ്വകർമ്മയിലോട്ട് മാറും, SC മാറും, ST മാറും. അതിൽ SC വിഭാഗവും ST വിഭാഗവും തഹസീൽദാരെന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. OBC നോൺ ക്രിമിലെയർ വിഭാഗം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഓൺലൈനായിട്ട് കിട്ടുന്ന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ് ഈ വരുന്ന മാർച്ച് മാസത്തിൽ നമ്മൾ കീം 2025 അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് OBC റിസർവേഷൻ കിട്ടുകയുള്ളൂ. സാർ, അതുപോലെ EWS വിഭാഗക്കാർ, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റും ഒക്കെ ലഭിക്കുന്നത്? കീം 2025 10% സംവരണമാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷന് കിട്ടുന്നത്. അതായത് അൺറിസർവ്ഡ് കാറ്റഗറി, യാതൊരുവിധ റിസർവേഷൻ ലഭിക്കാത്ത ജനറൽ വിഭാഗത്തിൽപ്പെട്ട ജനറൽ കമ്മ്യൂണിറ്റികളിൽ പെട്ടിരിക്കുന്ന വിഭാഗത്തിന് ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ വില്ലേജ് ഓഫീസർ EWS സർട്ടിഫിക്കറ്റ് തരും. അതിന് ഓരോരോ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രാമപ്രദേശമാണെങ്കിൽ 4 ലക്ഷത്തിൽ താഴെ വരുമാനം, മൊത്തം സ്ഥലം 2.5 ഏക്കറിൽ താഴെ. ഇത് മാത്രമേ ഉള്ളൂ EWSന്. അല്ലാതെ വീടിൻ്റെ വലിപ്പോ വീടിരിക്കുന്ന സ്ഥലം ഒന്നും കേരളത്തിലെ EWSന് നോക്കില്ല. വില്ലേജ് ഓഫീസറാണ് തരേണ്ടത്. ഗ്രാമപ്രദേശത്താണ് വീടിരിക്കുന്നതെങ്കിൽ ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം, മൊത്തം സ്ഥലം 2.5 ഏക്കറിൽ താഴെ ആയിരിക്കണം. ഇനി പട്ടണത്തിലാണ് നമ്മളുടെ വീടെങ്കിൽ മൊത്തം സ്ഥലം 75 സെൻറ്റ് ആകാം. പക്ഷേ വീട് വെക്കാനുള്ള ഹൗസ് പ്ലോട്ട് പുരയിടം എന്ന് പറയുന്നത് 20 സെൻറ്റേ ആകാൻ പാടുള്ളൂ. കോർപ്പറേഷനിലാണ് നമ്മുടെ വീടിരിക്കുന്നതെങ്കിൽ, നമ്മുടെ സ്ഥലം എന്നുണ്ടെങ്കിൽ മൊത്തം 50 സെൻറ്റ് ആകാം, മറ്റേ കൃഷിസ്ഥലമൊക്കെ കൂടെ കൂട്ടിയിട്ട്. പക്ഷേ ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത്, പുരയിടം എന്ന് പറയുന്നത് 15 സെൻറ്റേ ആകാൻ പാടുള്ളൂ. ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. ഇതാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ EWS സർട്ടിഫിക്കറ്റ് തരും. അത് അക്ഷയയിൽ നിന്ന് ഓൺലൈൻ അല്ല,
ഓഫ്ലൈനായിട്ടാണ് മേടിക്കേണ്ടത്, നേരിട്ട് ചെന്ന് മേടിക്കണം. അതിൻ്റെ ഫോർമാറ്റ് കീം 2025 ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടും. അതെടുത്തുകൊണ്ട് പോയി വില്ലേജ് ഓഫീസറുടെ നേരിട്ട് എഴുതി പൂരിപ്പിച്ച് ആ 3 ആഴ്ചക്കുള്ളിൽ അപ്ലോഡ് ചെയ്താലേ നമുക്ക് EWS റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. സാർ, അതുപോലെ ഈ OEC വിഭാഗം എന്ന് പറഞ്ഞാൽ ഉണ്ട്, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയും. അവർക്ക് എങ്ങനെയാണ് ഈ റിസർവേഷൻ കിട്ടുന്നത്? OEC വിഭാഗം അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പോൾ ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും അവർ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ പ്രാധാന്യം. ഈ OEC എന്ന് പറയുന്ന ഒരു സീറ്റ് കിട്ടാനുള്ള റിസർവേഷൻ അല്ല. OEC എന്ന് പറയുന്നത് ഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർക്ക് ട്യൂഷൻ ഫീസ് ഇല്ല. ഇപ്പോൾ ഒരു ഗവൺമെൻറ് MBBSനാണെങ്കിൽ 25,000 രൂപ അടയ്ക്കേണ്ടതിട്ടില്ല. അവിടെ ബാക്കിയുള്ള ഹോസ്റ്റൽ ചെലവും പുസ്തകത്തിൻ്റെ ചെലവും ഒക്കെ അടച്ചാൽ മതിയാകും. സ്വകാര്യ MBBSനാണെങ്കിൽ അവർ 8 ലക്ഷം രൂപ അടയ്ക്കേണ്ടതില്ല, അത് ഗവൺമെൻറ്റാണ് അടയ്ക്കേണ്ടത്. ബാക്കി ആ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ ചെലവ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെയും ഹോസ്റ്റലിൻ്റെയും ചെലവ് മാത്രം അവർ അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും, അത് ഗവൺമെൻറ് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതിനെയാണ് OEC എന്ന് പറയുന്നത്. ആർക്കാണ് OEC കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലെ ഏതാണ്ട് 28ഓളം ജാതി വിഭാഗങ്ങൾ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ 2 വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ധീവര വിഭാഗം DV കാറ്റഗറി, രജിസ്റ്റേർഡ് ഫിഷർമാൻ വിഭാഗം, ഇങ്ങനെയുള്ള വിഭാഗത്തിനെയൊക്കെയാണ് ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ ഈ OEC വിഭാഗത്തിന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ അവർക്കൊരു നിബന്ധനയും കൂടിയുണ്ട്, വരുമാനം 6 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മൾ OEC നമ്മൾ പറയേണ്ടതില്ല. നമ്മൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പം അതിൽ ഈ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലെ ജാതികളാണ് നമ്മളെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ അതിലോത്തോട്ട് മാറും. നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 6 ലക്ഷത്തിൽ താഴെ വരുമാനമാണെങ്കിൽ OBC നോൺ ക്രിമിനലും ജനറലും വെച്ച് സീറ്റും കിട്ടും, ഫീസ് ഇല്ലാതെ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ OEC എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലെ ഏതാണ്ട് 28ഓളം ജാതി വിഭാഗങ്ങൾക്കും ബാക്ക്വേർഡ് ക്രിസ്ത്യൻസിനകത്തെ 2 വിഭാഗങ്ങൾക്കും കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നത് ധീവര വിഭാഗത്തിന്. അവർക്ക് വരുമാന പരിധിയൊന്നുമില്ല. ധീവര വിഭാഗത്തിൽ ആർക്കാണെങ്കിലും ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാം. SC വിഭാഗത്തിനും ST വിഭാഗത്തിനും ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാം, വരുമാന പരിധിയില്ല. രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണം. OEC വിഭാഗമാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. 6 ലക്ഷത്തിൽ താഴെയാണെങ്കിലാണ് ഫീസ് ഇളവ് കിട്ടുകയും ചെയ്യുന്നത്. സർ, അതുപോലെ ഈ മൈനോറിറ്റി കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം? നമുക്ക് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ സ്വകാര്യ മേഖലയിലാണ് മൈനോറിറ്റി സീറ്റുകളുള്ളത്. ആ മെഡിക്കൽ കോളേജ് ഏത് സമുദായത്തിൻ്റെ വശമാണോ കയ്യിലിരിക്കുന്നത്, അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണോ ആ സമുദായത്തിന് 35% സീറ്റുകളുണ്ട്. അതിനെയാണ് മൈനോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് 7 മെഡിക്കൽ കോളേജുകളുണ്ട്. അമലയും ജൂബിലിയും പുഷ്പഗിരിയും കോലഞ്ചേരിയും ബിലീവേഴ്സും സോമർവെല്ലും മൗണ്ട് സിയോണും. ഈ 7 കോളേജുകളിലെയും 35% സീറ്റുകൾ, ഏതാണ്ട് 400ഓളം സീറ്റുകൾ, 8,20,000 രൂപ ഫീസ് ക്രമത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പം അതിനകത്ത് ഏത് തരത്തിലുള്ള ക്രിസ്ത്യൻ ഇല്ല, ഓർത്തഡോക്സ് വിഭാഗമോ യാക്കോബൈറ്റ് വിഭാഗമോ റോമൻ കാത്തലിക്സെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാ വിഭാഗത്തിനെയും കൂടെ കൂട്ടി ഓൾ ക്രിസ്ത്യൻ എന്ന് പറയുന്ന വിഭാഗത്തിലാക്കിയിട്ട് ക്രിസ്ത്യൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ, അത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അതിനകത്ത് ക്രിസ്ത്യനും ക്രിസ്ത്യൻ്റെ വിഭാഗം എന്താണെന്ന് കാണിച്ചാൽ മതി. ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ നമ്മളുടെ കാറ്റഗറി എന്തിലോട്ട് മാറും, നമ്മുടെ മൈനോറിറ്റിയും കൂടെ നമുക്ക് കിട്ടും. ജനറലായിട്ട് നമ്മളെ പരിഗണിക്കും. ഈ 7 കോളേജുകളിൽ മാത്രം നമ്മളെ മൈനോറിറ്റി ആയിട്ടും കൂടെ നമ്മളെ പരിഗണിക്കും. ഇനി മുസ്ലിം വിഭാഗത്തിന് 6 മെഡിക്കൽ കോളേജുകളാണുള്ളത്. MESഉം ട്രാവൻകൂറും KMCTയും കരുണയും അല്ലസറും അസീസിയും പോലുള്ള കോളേജ്, നമ്മുടെ തൊടുപുഴ അല്ലസറൊക്കെ പോലുള്ള കോളേജുകൾ. അത് മുസ്ലിം വിഭാഗത്തിനാണ് 6 കോളേജുകളിൽ മൈനോറിറ്റി സീറ്റുള്ളത്, 35% തന്നെ. അപ്പം മുസ്ലിം വിഭാഗം ആയതുകൊണ്ട് അതിൽ 95% നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും OBC കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അവർക്ക് രണ്ടും കിട്ടും, OBC ആയിട്ടും മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കും. പക്ഷേ നോൺ ക്രിമിനൽ കിട്ടാത്ത മുസ്ലിംസ് കാണും. അവരുടെ വരുമാന പരിധി കൂടിയത് കൊണ്ടും വലിയ ക്ലാസ്സിൽ ജോലി ചെയ്യുന്നത് കൊണ്ടും അവർക്ക് നോൺ ക്രിമിനൽ കിട്ടാത്ത മുസ്ലിംസ്
മുസ്ലിം മെഡിക്കൽ കോളേജുകളിൽ മൈനോറിറ്റി വേണമെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അവർക്ക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റിയും കൂടെ അവർക്ക് കൂടുതലായിട്ട് ലഭിക്കും. ഓർക്കുക, ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? മാർച്ച് മാസത്തിലാണ്. നീറ്റ് പരീക്ഷ മെയിൽ നടക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് എത്ര മാർക്ക് കിട്ടും, നമുക്ക് ഏതൊക്കെ സീറ്റിന് വേണം, ഇതിനൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലുമില്ല, നമുക്ക് അറിയാൻ പോലും മേല. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് മൈനോറിറ്റി എന്ന് പറയുന്ന വിഭാഗം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഈ 2 വിഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. സാർ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു സംശയമാണ്. അതായത് NRI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പരീക്ഷയ്ക്ക് മുന്നേ സെലക്ട് ചെയ്തില്ല എന്നിരിക്കട്ടെ. അപ്പോൾ പരീക്ഷയ്ക്ക് ആ കുട്ടിക്ക് വേണ്ടത്ര സ്കോർ ചെയ്യാനും സാധിച്ചില്ല. അതിനുശേഷം NRI എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് അയാളുടെ യാത്ര തുടരാൻ പറ്റുമോ? നമുക്കിപ്പം നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മെയ് 4-ാം തീയതി ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പരീക്ഷ കഴിയുമ്പോഴേ അവരുടെ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. കിട്ടുന്ന മാർക്കിനനുസരിച്ച് ഗവൺമെൻറ് മേഖലയാണോ, ഓൾ ഇന്ത്യ കോട്ടയാണോ, അല്ലെങ്കിൽ ഇനി NRI സീറ്റാണോ, ഡീംഡ് മേഖലയാണോ, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളാണോ, ഇതൊന്നും നമുക്ക് അവർക്ക് അറിയാനാവില്ല. പക്ഷേ കീം 2025 അപ്ലൈ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. മെഡിക്കലിനാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 20 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 15% സീറ്റുകൾ 22 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്ത് NRI സീറ്റുകളുണ്ട്. ഗവൺമെൻറ് മേഖലയിലില്ല. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ MBBSനും ഉണ്ട്, അതുപോലെ തന്നെ BDSനും ഉണ്ട് NRI സീറ്റുകൾ. അതിൽ MBBSനാണ് 22 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്ത് പോകുന്നത്. നമുക്ക് ഇപ്പം മെയ് 4-ാം തീയതി നടക്കുന്ന നീറ്റ് എക്സാം വഴി നമുക്ക് ഈ പറയുന്ന ഗവൺമെൻറ് കോളേജുകളിലോ അല്ലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ 8 ലക്ഷത്തിൻ്റെ ഫീസോ കിട്ടാതെ പോകുന്ന ആ സീറ്റ് കിട്ടാതെ പോകുന്നൊരു സാഹചര്യത്തിൽ കേരളത്തിലൊരു NRI സീറ്റിന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഉണ്ട് ചിലർക്ക് ചില പർട്ടിക്കുലർ കോളേജുകളിൽ പഠിക്കണം. ഇന്ന കോളേജിൽ കിട്ടിയാൽ, അല്ലെ എൻ്റെ വീടിന് അടുത്തുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെ എൻ്റെ സിബ്ലിങ്സ് പഠിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെ എനിക്ക് ആ ഫാക്കൾട്ടി അറിയാവുന്നത് കൊണ്ടായിരിക്കാം, അല്ലെ അവിടുത്തെ സൗകര്യം അറിയാവുന്നത് കൊണ്ടായിരിക്കാം ചില കോളേജുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ NRI സീറ്റ് ആണെങ്കിലും മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഒരു NRI സീറ്റ് ആണെങ്കിലും നമുക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കീം 2025 അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ NRIയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യണം. NRI സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് അർഹതയുണ്ടെങ്കിൽ ഗവൺമെൻറ് സീറ്റോ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മെറിറ്റ് സീറ്റോ ഒന്നും കിട്ടാതെ പോവില്ല. ഇത് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കരുതലുണ്ടെന്ന് മാത്രം ഒരു NRIയും കൂടെ കൊടുത്തു വെക്കുന്നു. നമുക്ക് ഗവൺമെൻറ് ഫീസ് 25,000 ആണെന്നും സെൽഫ് ഫിനാൻസിങ് സീറ്റ് 8,20,000 ആണെന്നും അറിയാം. അതിനപ്പുറത്ത് വാർഷിക ഫീസ് 22 ലക്ഷം കൊടുത്തു പോകാൻ നമുക്കൊരു, ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ആഗ്രഹമുള്ളവരാണ് ഈ NRI സീറ്റുകൾക്ക് ഈ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടത്. സർട്ടിഫിക്കറ്റ് വേണ്ടത് നമുക്കറിയാം. രക്തബന്ധത്തിലുള്ള ഒരു NRI സ്പോൺസറും വേണം. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നോ അദ്ദേഹം പൈസ തരണമെന്നോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ സ്പോൺസർഷിപ്പ് രക്തബന്ധത്തിലുള്ള ഒരു NRI ആയിരിക്കണം. അത് പേരൻസ് ആവാം, അച്ഛനാകാം, അമ്മയാകാം, അവരുടെ സഹോദരങ്ങളാകാം, അവരുടെ മക്കളാകാം, അത്രേ പറ്റുള്ളൂ. അച്ഛൻ, അമ്മ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ മക്കൾ, അവർ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ NRI സീറ്റിനും കൂടെ അപേക്ഷിക്കാം. സർട്ടിഫിക്കറ്റ് വേണ്ടത് ആ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ പാസ്പോർട്ട്, വിസയുടെ കാലാവധി 2025 ഡിസംബർ 31 വരെ ഉണ്ടായിരിക്കണം. പിന്നെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അഫിഡേവിറ്റ്, സത്യവാങ്മൂലം, ഈ 4 കാര്യങ്ങൾ എംബസി അറ്റസ്റ്റ് ചെയ്തായിരിക്കണം. പാസ്പോർട്ട്, വിസ, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അഫിഡേവിറ്റ്, സത്യവാങ്മൂലം, എംബസി അറ്റസ്റ്റ് ചെയ്തായിരിക്കണം. അത് നമ്മൾ ഈ കീം 2025 അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് ബന്ധം കാണിക്കുന്ന രേഖ, അത് അച്ഛനും അമ്മയുമാണ് നമ്മുടെ സ്പോൺസറെങ്കിൽ, ആരെങ്കിലും ഒരാളാണ് സ്പോൺസറെങ്കിൽ കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വില്ലേജ് ഓഫീസർ എന്നുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും കൂടെ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. ഇനി ഈ സ്പോൺസർ വിദേശത്തല്ല, കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ അഫിഡേവിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കാം. അപ്പം ഈ കാര്യങ്ങളും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഈ കാര്യങ്ങളിലൊക്കെ വിസ, പാസ്പോർട്ട്, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അഫിഡേവിറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ, ഇത്രയും നമ്മൾ ഒരുമിച്ച് ഒറ്റ PDF ആയിട്ട് കീം 2025 അപ്ലോഡ് ചെയ്താൽ നമുക്ക് NRI സ്റ്റാറ്റസും കൂടെ അഡീഷണൽ ആയിട്ട് ലഭിക്കും. ഈ 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 15% സീറ്റിനും കൂടെ നമുക്ക് അർഹതയുണ്ടായിരിക്കും.
പിന്നെ സാർ ചോദിച്ച ചോദ്യം, നമുക്ക് നീറ്റ് എക്സാമിന് ശേഷം കീം 2025 അങ്ങനെ ഒരു സാധ്യത വരുമോ, NRIക്ക് അപ്ലൈ ചെയ്യാൻ വരുമോ? തീർച്ചയായിട്ടും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉള്ളതുകൊണ്ട് 4-5 ദിവസം, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം NRI സ്റ്റാറ്റസ് പുതിയതായിട്ട് കൊടുക്കാനായിട്ട് വരും. പക്ഷേ അത് നമുക്ക് എന്നാണെന്ന് പറയാനാവില്ല. ഒരു പക്ഷേ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്ന മെയ് അവസാനം അല്ലെങ്കിൽ ഒരു ജൂൺ 10-15 ഡേറ്റുകളിലൊക്കെ ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ്റെ ഈ NRI പുതിയതായിട്ട് കൊടുക്കാനുള്ള അവസരം വരുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതല്ലെങ്കിൽ തന്നെ ഒരവസരം കൂടി മെയ് മാസം അവസാനത്തോടു കൂടി വരികയും ചെയ്യും. സാർ, അതുപോലെ തന്നെ സാർ ഇപ്പോൾ ഒരു റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള സാധ്യതകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് റിസർവേഷനുകൾ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30ഓളം റിസർവേഷൻ, ഈ പല പല കമ്മ്യൂണിറ്റി വൈസ് അല്ല, പല പല റിസർവേഷൻ അടങ്ങുന്നതാണ് കീം 2025. കൃഷിക്കാരുടെ മക്കൾക്കുള്ള റിസർവേഷൻ ഉണ്ട്. അഗ്രികൾച്ചർ എന്നുള്ള സീറ്റിന്, വെറ്റിനറി സീറ്റിനൊക്കെ കൃഷിക്കാരുടെ മക്കൾക്ക് സംവരണമുണ്ട്. അങ്ങനെ ധാരാളം റിസർവേഷൻ സീറ്റുകളുണ്ട്. സാർ, അപ്പോൾ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇപ്പോഴേ തന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങണം. തീർച്ചയായിട്ടും ഈ കീം 2025 ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് തന്നെ 2025 ഫെബ്രുവരി പകുതിക്ക് ശേഷം മാർച്ച് അവസാനത്തിന് മുമ്പായിരിക്കും എന്താണല്ലോ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. കാരണം കേരള എഞ്ചിനീയറിംഗ് ഏപ്രിൽ 22 ശേഷം ഉണ്ടല്ലോ. അപ്പം എന്താണെങ്കിലും മാർച്ചിൽ ആപ്ലിക്കേഷൻ തീരും. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ നിർബന്ധമായിട്ടും ഈ സർട്ടിഫിക്കറ്റിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ധാരാളം റിസർവേഷൻ, അതൊക്കെ നമുക്ക് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ ഓരോന്നായിട്ട് പറയാം. സ്പോർട്സിന് റിസർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ റിസർവേഷൻ ഉണ്ട്, അതുപോലെ രജിസ്റ്റേർഡ് ഫിഷർമെൻസിന് നമ്മൾ ഫീസ് ഇല്ലാതെ പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആയുർവേദം കഴിഞ്ഞവർക്ക്, BAMS കഴിഞ്ഞവർക്കുള്ള സീറ്റ്, ഹോമിയോ BHMS കഴിഞ്ഞിട്ടുള്ളവർക്ക് സീറ്റ്, BDS കഴിഞ്ഞിട്ടുള്ളവരുടെ സീറ്റ്, നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് സീറ്റ്, അങ്ങനെ ധാരാളം റിസർവേഷനുകളുണ്ട്. പിന്നെ കൃഷിക്കാരുടെ മക്കളുടെ റിസർവേഷനൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പറയാം. പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ ഈ കീം 2025 അപേക്ഷയോടൊപ്പം തന്നെ നമ്മൾ സമർപ്പിച്ചിരിക്കണം. ഈ സർട്ടിഫിക്കറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതെല്ലാം സർട്ടിഫിക്കറ്റ് എല്ലാം എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്തിട്ട് ഇത് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമുക്ക് കാണാം. പിന്നീടൊരു അവസരത്തിൽ ഒരു മെയ് പകുതിയോടുകൂടി ജൂൺ പകുതിക്ക് ഇടയ്ക്കായിട്ട് നമ്മളെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നോൺ ക്രിമിലെയർ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, NRI സർട്ടിഫിക്കറ്റ്, എന്താണെങ്കിലും അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചുള്ള വെരിഫിക്കേഷൻ്റെ ഒക്കെ പ്രോസസ്സുകൾ പിന്നെ ധാരാളമുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു പ്രേക്ഷകൻ്റെ ഒരു ചോദ്യമായിരുന്നു, നീറ്റും കീമും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. അതിന് ഏറ്റവും വ്യക്തമായി മറുപടി പറഞ്ഞു ശിവൻ സാറ്. തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ശിവൻ സാർ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി. കീമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതുപോലെ ഓരോ റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ശിവൻ സാറ് ഇന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീറ്റ് 2025 ബന്ധപ്പെട്ട, കീമുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന കാര്യങ്ങളുമായിട്ട് ശിവൻ സാർ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. സാർ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രേക്ഷകൻ കമൻറ്റ് ചെയ്ത ഒരു കമൻറ്റ് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ എല്ലാവരോടും പറയുകയാണ്. മറ്റൊന്നുമല്ല, എല്ലാ മാതാപിതാക്കളും മുടങ്ങാതെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ശിവൻ സാറിനൊപ്പം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കുന്നു എന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിർണായകമായ എല്ലാ തീരുമാനങ്ങളെയും യഥാസമയം കൃത്യസമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ശിവൻ സാർ. അപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.